അമ്മ നായികയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. സംഗീതത്തിനും സാഹിത്യത്തിനും അഭിനയത്തിനും ഒക്കെ തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് വളരെ വ്യത്യസ്തമായ ഒരു സാധാരണ ഒരു കഥ പോലല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ നേരെ വേറൊരു തലത്തിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എനിക്ക് എൻ്റെ കഥാപാത്രവും ഇവരോടൊപ്പമുള്ള ആ ഒരു സ്നേഹവും സഹകരണവും അഗാധമായ ഒരു ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എൻ്റെ മകൻ മരിച്ച ദുഃഖം അല്പം മറക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇവരോടൊപ്പമുള്ള ആ ഒരു സഹകരണവും. ഇപ്പോൾ ഇന്ന് എൻ്റെ ഓരോ തിയേറ്ററിലുമൊക്കെ വരുമ്പോഴുമൊക്കെ നമ്മളത് ചിന്തിക്കാതെ അതിലേക്ക് ആ കലയിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകാൻ എൻ്റെ ടീമിനും കഴിയുന്നുണ്ട്. അതുപോലെ വിപിൻ ദാസ് ജയഹേലെ ഇന്നലെയും വിളിച്ച് വൈകിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി തളരരുത്, ഞങ്ങളെല്ലാം ചേച്ചിയോടൊപ്പം ഉണ്ട്, ആരുമില്ലെന്നുള്ള ചിന്തയരുത്, നമുക്ക് മുന്നോട്ട് പോകണം ചേച്ചി, ഇനി ഒത്തിരി സിനിമ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത സന്തോഷ് ട്രോഫിയിലെ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടാണ്. കാഞ്ചിമാല ധ്യാനിൻ്റെ ഒക്കെ ഒപ്പമുള്ള ടീമാണ്. തമിഴും 2-3 വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇനി കുറേ പടങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പം തളർന്നു പോയാൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കലാകാരൊക്കെയാണ് നിങ്ങളും എൻ്റെ മുമ്പോട്ടുള്ള എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കഥാപാത്രം എനിക്കിഷ്ടപ്പെട്ടു. സിനിമയും അനാഥ എല്ലാ കാര്യങ്ങൾക്കും കല ഏതെല്ലാം മേഖലയിലുണ്ടോ ആ കലയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. വലിയ സിനിമയെന്ന് ഞങ്ങൾ അവകാശവാദമില്ല. അത് കാണികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ടീമിനെ.